ഈ തട്ടിപ്പ് സംഘം വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഏകദേശം 4 ഇരട്ടിയോളം പൈസയാണ് ഇവർ വാങ്ങിയെടുത്തിട്ടുള്ളത്. 390 രൂപയുടെ സാരി കുട്ടികൾക്ക് വിറ്റിരിക്കുന്നത് 1600 രൂപയ്ക്കാണെന്നുള്ള വലിയൊരു തട്ടിപ്പിന്റെ സംഭവം പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. മൃദംഗഗാനം എന്ന പേരിൽ പരിപാടി നടത്തുകയും ഉമ തോമസിന് MLAക്ക് വലിയ ഒരു അപകടം സംഭവിക്കുകയും ചെയ്തതായിട്ട് നമുക്കറിയാവുന്നതാണ്. അതിൽ ഇന്ന് കല്യാൺ സിൽക്സ് ഫേസ്ബുക്ക് പേജിൽ അവരുടെ മാനേജ്മെന്റ് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അവര് ഏകദേശം 12,500ഓളം സാരികളാണ് ഈ പരിപാടിക്ക് വേണ്ടി അവർക്ക് ഓർഡർ വന്നിട്ടുള്ളത്. ആ സാരികളെല്ലാം വെറും 390 രൂപയ്ക്കാണ് കല്യാൺ സിൽക്സ് കൊടുത്തിട്ടുള്ളത്. 1600 രൂപ വെച്ചാണ് ഓരോ കുട്ടികളുടെയും ഓരോ ആളുകളുടെ കയ്യിൽ നിന്നും ഈ തട്ടിപ്പ് സംഘം വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഏകദേശം 4 ഇരട്ടിയോളം പൈസയാണ് ഇവർ വാങ്ങിയെടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഓരോ കുട്ടികളുടെ കയ്യിൽ നിന്നും ഫീസായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്ന അങ്ങനെയായി ബന്ധപ്പെട്ട ഫീസായിട്ട് 3600 മുതൽ 7000 വരെ, ചില കുട്ടികളുടെ കയ്യിൽ നിന്നും 12,000 രൂപ വരെ പോയി എന്ന് പറയണം. അപ്പോൾ ഈ സംഘം എത്ര വലിയ തട്ടിപ്പാണ് ഇത് നടത്തിയിട്ടുള്ളതെന്ന് നമ്മൾ ആലോചിച്ചു പോവുകയാണ്. ഏകദേശം 12,500ഓളം സാരികൾ ഓർഡർ കിട്ടിയിട്ടുണ്ട് എന്നാണ് കല്യാൺ സിൽക്സ് പറയുന്നത്. അപ്പൊ കല്യാൺ സിൽക്സിന്റെ ബ്രാൻഡ് നെയിം ഇതിലേക്ക് ഈ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടപ്പോഴാണ് അവരൊരു ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയും വിശദീകരണം നൽകുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് കല്യാൺ സിൽക്സിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ നോർമൽ പോലെ ചീപ്പ് റേറ്റിലാണ് ആ സാരികൾ കൊടുത്തിട്ടുള്ളത്. പട്ടുസാരി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് പാവം കുട്ടികളെ ചതിക്കുകയാണ് ഈ സംഘം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പിന്നിൽ ഒരു വൻ തട്ടിപ്പ് തന്നെയാണ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് വ്യക്തമായിരിക്കുകയാണ്. ഒരിക്കലും ഗിന്നസ് വേൾഡ് റെക്കോർഡൊന്നും അല്ല ലക്ഷ്യം. ഈ അവസരം അവർ മുതലാക്കി പാവപ്പെട്ട കുട്ടികളുടെ പൈസ കൈക്കലാക്കുകയാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ എന്ത് തട്ടിപ്പ് നടന്നാലും ഭരണപക്ഷവും അങ്ങനെ പല ആളുകളും ഈ തട്ടിപ്പെല്ലാം അവര് എങ്ങനെയല്ലേ ഒതുക്കി തീർക്കും. ഈ കേസിലും അങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ തട്ടിപ്പ് നടത്തിയാലും നമ്മുടെ നാട്ടിൽ അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോവും. പാവപ്പെട്ട കുട്ടികൾ കഷ്ടപ്പെട്ട് അവരുടെ പേരൻസ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നശിക്കുക മാത്രമാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ തട്ടിപ്പ് നടത്തിയവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം GST ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പോലും ഈ പരിപാടിയിൽ അവർ ചെയ്തിട്ടില്ല എന്നാണ് ന്യൂസ് വഴിയെല്ലാം നമുക്ക് അറിയാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ തട്ടിപ്പ് സംഘത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ടേക്ക് കെയർ. ബൈ ബൈ.